ഹെയർ കെയറിലുള്ള ഒരു കോമൺ പ്രോബ്ലമാണ് ലൈസ് കൊണ്ട് ഇച്ചിങ്, ഡാൻഡ്രഫ്, ഹെയർ ഫോൾ അങ്ങനെ പല പ്രശ്നങ്ങളും വന്നേക്കാം. കോൺഫിഡൻസ് നഷ്ടപ്പെടാനും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലർ സ്കാൽപ്പ് കെയർ ലൈസ് ട്രീറ്റ്മെന്റിന് വളരെ ആവശ്യമാണ്. നാച്ചുറലായിട്ട് നമുക്ക് ചില റെമഡികളും സ്വീകരിക്കാവുന്നതാണ്. നീം ഓയിൽ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ട്രീറ്റ്മെന്റുകൾ വളരെ ഫലപ്രദമാണ്. ലൈസ് ട്രീറ്റ്മെന്റ് വൺ ടൈം മാത്രം ചെയ്താൽ പോരാ. അതായത് പ്രോപ്പർലി സ്കാൽപ്പ് ക്ലീൻ ചെയ്തിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കോമ്പ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ടും പില്ലോ കവർ, അവരുപയോഗിക്കുന്ന ടവൽസ് എല്ലാം ഹൈജീനോടെ സൂക്ഷിക്കാനായിട്ടും നമ്മൾ മെനക്കെടേണ്ടതുണ്ട്. അപ്പോൾ ലൈഫ് ട്രീറ്റ്മെന്റ് വൺസ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. 7 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു സാധാരണ ലേഡീസിൻ്റെ ഇടയിലുള്ള വലിയൊരു പ്രശ്നമാണ്. കുട്ടികളും സ്ത്രീകളും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഈ ലൈസ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ പാർലറിൽ ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയാൽ നമുക്ക് വളരെയധികം നല്ലൊരു റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള വാല്യുബിൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.